പല പ്രദേശങ്ങളിലും അത്യാവശ്യം മഴ കനക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മഴ വ്യാപകമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. അടുത്ത 4-5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തും. കണ്ണൂർ പഴശ്ശി ഡാമിൻ്റെ ഷട്ടർ ഇന്ന് രാവിലെ 10 മണിക്ക് തുറക്കും. വളപട്ടണം പുഴയുടെ ഇരുതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മഴയുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി, അതുപോലെ കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ എന്നിവർ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു, മേഘന ആൻഡ് അരുൺ. മേഘന, എന്താണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്? ഏതൊക്കെ പ്രദേശങ്ങളിലാണ് മഴ മുന്നറിയിപ്പ് എത്തിയിട്ടുള്ളത്? കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്തുടനീളം മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. അതിന്റെ തുടർച്ചയായി വരുന്ന 5 ദിവസവും മഴ ലഭിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ പ്രധാനമായും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. അതായത് കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ മഴ പെയ്യാനും കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ മഴ പെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നത്. അതിൽ പ്രധാനമായും ഈ വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ 2 ദിവസമായി നല്ല അതിശക്തമായ അതിതീവ്രമായ മഴ തന്നെ പെയ്യുന്നുണ്ട്. റെഡ് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ തുടർച്ച ഇന്നും ഉണ്ടാകും. ശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പല ഭാഗത്തും സംസ്ഥാനത്തെ പല ജില്ലകളിലും മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ഉച്ചയോടുകൂടി തന്നെ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ പ്രധാനമായും ബംഗാൾ ഉൾക്കടലിലും തെക്കൻ അറബിക്കടലിന് മധ്യേയും ഈ ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മഴ വ്യാപകമാകാനുള്ള കാരണം എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം ഉണ്ടാവുക കാലവർഷം കേരളത്തിൽ എത്തിയോ എന്നുള്ളതാണ്. കാരണം മെയ് 27-നകം കാലവർഷം എത്തുമെന്നുള്ളതായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രവചനമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ കാലവർഷം ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോഴും പെയ്യുന്നത് വേനൽ മഴ തന്നെയാണ്. ശേഷം 2-3 ദിവസത്തിനുള്ളിൽ ഈ പെയ്യുന്ന മഴക്ക് ശക്തി കുറഞ്ഞ് പിന്നീട് ഈ കാലവർഷമായി വീണ്ടും കേരളത്തിലേക്ക് മഴ എത്തുമെന്നുള്ളതാണ് പ്രവചനമായി വരുന്നത്. അതിൽ ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി രൂപാന്തരപ്പെടാനും അങ്ങനെയാണെങ്കിൽ ഈ മെയ് 27-ന് എന്നുള്ളൊരു കാലാവസ്ഥാ പ്രവചനം, അതായത് കാലവർഷം മെയ് 27-ന് എത്തുമെന്നുള്ളൊരു പ്രവചനം, അത് കുറച്ചുകൂടി നേരത്തെ 4-5 ദിവസത്തിനുള്ളിൽ തന്നെ 25-ാം തീയതിയോടുകൂടി തന്നെ കാലവർഷം എത്തി തുടരെ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതിൽ പ്രധാനമായും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ, അതായത് കഴിഞ്ഞ ദിവസം ശക്തമായ ഒരു മഴ വടക്കൻ ജില്ലകളിലടക്കം പെയ്യുമ്പോൾ വലിയ രീതിയിൽ അപകടം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കാലവർഷം എത്തുമ്പോൾ അതിശക്തമായ മഴ പെയ്യുമ്പോൾ അതിശക്തമായി തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി പൊതുജനങ്ങൾക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. കാരണം തുടരെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ജാഗ്രത പാലിക്കണം. അതുപോലെ ഈ വിനോദസഞ്ചാരികളടക്കം പ്രദേശത്തെക്കുറിച്ച്, ഈ ഡാമുകളും വെള്ളക്കെട്ടുകളെ കുറിച്ചും ഒന്നും അധികം ധാരണയില്ലാത്തവരടക്കം കൃത്യമായും ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ ഈ വരുന്ന കാലവർഷത്തെ നേരിടണമെന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ഇപ്പോൾ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. അതായത് ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യത, കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ഈ മീൻ പിടിക്കാൻ പോകുന്നവരും മത്സ്യബന്ധനത്തിന് പോകുന്നവരും ജാഗ്രത പാലിക്കണം. കടലിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നു. എന്തായാലും ഇപ്പോൾ പല ജില്ലകളിലും മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ മഴ ശക്തമാകും. ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ, അതുപോലെ തന്നെ യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വരുന്ന 4-5 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിലേക്ക് മഴ കാലവർഷമായി വീണ്ടും ശക്തി പ്രാപിച്ച് തിരികെ എത്തുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പും ഇപ്പോൾ നൽകുന്നുണ്ട്. താങ്ക് യു മേഘന മുരളി. ഇനിയിപ്പോൾ അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ ചേരുകയാണ്. പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ ഇന്ന് രാവിലെ തുറക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അരുൺ പൂപ്പറമ്പ. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഈ ആരൊക്കെയാണ് ജാഗ്രത പാലിക്കേണ്ടത്? SKN മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ, അതായത് ഇന്നലെ ശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും പെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരികയും ചെയ്യുന്നത്. മഴക്കെടുതികളും പല കേന്ദ്രങ്ങളിലും പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ നഗര തീരദേശ മേഖലകളിലാണ് മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ മഴ പെയ്തതും അത്തരം മേഖലയിലാണ്. പയ്യന്നൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, അഴീക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, കണ്ണൂർ നഗരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ മഴ പെയ്തതായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലേർട്ടാണ്. പക്ഷേ റെഡ് അലേർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണം എന്നതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം.
അതോടൊപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ ഇന്ന് തുറക്കുന്നുണ്ട്. അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നതിൻ്റെ ഭാഗമായി മുൻകരുതൽ നടപടി എന്നോണമാണ് ഇപ്പോൾ ഈ ഷട്ടറുകൾ തുറക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിക്കായിരിക്കും ആ ഷട്ടറുകൾ തുറക്കുക. വളവട്ടണം പുഴയുടെ തീരത്തുള്ളവർ ഈ ജാഗ്രത പാലിക്കണം എന്നതാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കർണാടക വനമേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം. അതേ തുടർന്നാണ് ഇത്തരം മുൻകരുതൽ നടപടി എന്നോണം ഇപ്പോൾ ഈ ഷട്ടറുകൾ തുറക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടെ വീണ്ടും ജില്ലയിൽ ശക്തമായ മഴ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രി മുതൽ അതായത് ഇന്നലെ രാവിലെ മുതൽ പെയ്ത മഴയ്ക്ക് രാത്രി ഒരു ശമനമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെയുള്ളത്. അത് ഉച്ചയോടെ വീണ്ടും അതിശക്തമായ മഴയിലേക്ക് മാറും എന്നതാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ മുഴുവൻ കേന്ദ്രങ്ങളിലും മുഴുവൻ ഇടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഈ മലയോര മേഖലയിലൊക്കെ ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല. ഇടവിട്ട സമയങ്ങളിലായിരുന്നു മലയോര മേഖലയിൽ മഴയുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് ലഭിച്ചിട്ടുള്ള മുന്നറിയിപ്പ്. നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ഇരിട്ടി, പേരാവൂർ മേഖലയിലൊക്കെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള അല്ലെങ്കിൽ അത്തരം ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ പ്രാദേശികമായി തന്നെ എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ, അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവിടെ ഉടൻ തന്നെ കൺട്രോൾ റൂം തുറന്ന് അതിൻ്റെ പ്രവർത്തനം സജ്ജീകരിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിൽ എന്തായാലും മഴയ്ക്ക് ശമനമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കും എന്നതാണ് മുന്നറിയിപ്പ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഷട്ടർ തുറക്കും, ജാഗ്രതയോടിരിക്കുക പഴശ്ശി ഡാമിൻ്റെ. ആദം മുഹമ്മദ് പറയുന്നത് പുതിയ തലമുറ വിചാരിക്കുന്ന കാലാവസ്ഥ കേന്ദ്രവും ചാനലുകളും ആണ് മഴ പെയ്യ്ക്കുന്നതെന്നാണ്. മഴ എത്രയോ പെയ്തു, മഴ എത്രയോ തോർന്നു. ആരും നിർദ്ദേശിക്കാത്ത കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നൽകേണ്ടത് നമ്മുടെ ജോലിയാണ്.